വിടർന്ന കണ്ണുകൾ, ആകർഷകമായ ചിരി, മാദക സൗന്ദര്യം. 80കളിൽ തെന്നിന്ത്യൻ സിനിമാ ലോകം അടക്കിവാണ സിൽക്ക് സ്മിത എന്ന നടിയെ ഇങ്ങനെ വിശേഷിപ്പിക്കാം. ഒരു കാലത്ത് സ്മിതയുടെ ഗാനരംഗം ഉൾപ്പെടുത്താത്ത ചിത്രങ്ങൾ അപൂർവം തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 17 വർഷക്കാലം നീണ്ടുനിന്ന തൻ്റെ അഭിനയ ജീവിതത്തിൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലായി ഏകദേശം 450-ലധികം ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു. തെന്നിന്ത്യ അടക്കിവാണ ആ മാദക സൗന്ദര്യത്തിൻ്റെ ഓർമ്മകൾക്ക് ഇന്ന് 28 വയസ്സ്. ആന്ധ്രാപ്രദേശിലെ ഒരു കുഗ്രാമത്തിലെ ദാരിദ്ര്യത്തോട് പടവെട്ടി ജീവിച്ച ഒരു കുടുംബത്തിലാണ് വിജയലക്ഷ്മി എന്ന സിൽക്ക് സ്മിത ജനിക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ ഉപേക്ഷിച്ചുപോയി. നന്നായി പഠിക്കുമായിരുന്നെങ്കിലും ദാരിദ്ര്യം കാരണം 4ാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്ന വിജയലക്ഷ്മിക്ക് അന്നത്തെ ഏതൊരു വിദൂര ഗ്രാമത്തിലെ ഇന്ത്യൻ പെൺകുട്ടിയെയും പോലെ 13ാമത്തെ വയസ്സിൽ വിവാഹിതയാകേണ്ടി വന്നു. പക്ഷേ ആ ബന്ധം അധികം നിലനിന്നില്ല. കൗമാരത്തിൽ തന്നെ വിവാഹമോചിതയായി വീട്ടിലേക്ക് മടങ്ങേണ്ടി വന്ന വിജയലക്ഷ്മി ചെറിയ പ്രായത്തിൽ തന്നെ താങ്ങാൻ കഴിയുന്നതിലപ്പുറം വേദനകൾ ഏറ്റുവാങ്ങിയിരുന്നു. വിജയലക്ഷ്മിയുടെ അയൽക്കാരിയും സിനിമാ പ്രേമിയുമായിരുന്ന അന്നപൂർണിമയിലൂടെയായിരുന്നു ഒരിക്കൽ പോലും സിനിമ കാണാൻ അവസരം ലഭിച്ചിരുന്നില്ലാത്ത വിജയലക്ഷ്മി സിനിമാ ലോകത്തെക്കുറിച്ച് അറിയുന്നത്. അന്നപൂർണിമ പറഞ്ഞു കേട്ട കഥകളിലൂടെ വിജയലക്ഷ്മി സിനിമയെന്ന സ്വപ്നം ഉള്ളിൽ കൊണ്ടു നടന്നു. ജീവിത പ്രാരാബ്ദങ്ങളോട് പോരാടാനായി നാടുവിടാൻ തീരുമാനിച്ച വിജയലക്ഷ്മി കോടമ്പകത്തേക്ക് വണ്ടി കയറി. സിനിമാ രംഗത്ത് ജോലി ചെയ്തിരുന്ന മുത്തുലക്ഷ്മി എന്ന അകന്ന ബന്ധുവിനെ പോയി കണ്ടു. ഒരു ജോലി അന്വേഷിച്ച് മുത്തുലക്ഷ്മി വഴി അപർണ എന്ന ഒരു സിനിമാ താരത്തിൻ്റെ വീട്ടിൽ ജോലിക്കാരിയായി വിജയലക്ഷ്മി മാറി. വിജയലക്ഷ്മിയിലെ കഴിവുകളെ തിരിച്ചറിഞ്ഞ അപർണ അവരെ തൻ്റെ മേക്കപ്പ് അസിസ്റ്റൻ്റായി നിയോഗിച്ചു. ആയിടയ്ക്കാണ് മലയാളിയായ ആൻ്റണി ഈസ്റ്റ്മാൻ എന്ന സംവിധായകൻ തൻ്റെ പുതിയ ചിത്രത്തിലേക്ക് നായികയെ അന്വേഷിക്കുന്നതിനിടയിൽ അപർണയുടെ ടച്ചപ്പ് ഗേളായിരുന്ന വിജയലക്ഷ്മിയെ കാണുന്നത്. അങ്ങനെ ഇണയെ തേടി എന്ന ചിത്രത്തിൽ വിജയലക്ഷ്മി നായികയായി. ചിത്രത്തിനു വേണ്ടി പേര് മാറ്റി സ്മിതയായി മാറി. അന്ന് വെറും 19 വയസ്സുള്ള സ്മിതയെ ആൻ്റണി ഈസ്റ്റ്മാൻ വിശേഷിപ്പിച്ചത് കാന്തശക്തിയുള്ള കണ്ണുകളുള്ള പെൺകുട്ടി എന്നായിരുന്നു. 1980-ൽ തമിഴിൽ പുറത്തിറങ്ങിയ വണ്ടിച്ചക്രം എന്ന ചിത്രമാണ് സ്മിതയ്ക്ക് കരിയറിൽ ബ്രേക്കായത്. ആ ചിത്രത്തിലെ കഥാപാത്രത്തിൻ്റെ പേര് സിൽക്ക് എന്നായിരുന്നു. വളരെ മോശം സ്വഭാവങ്ങളുള്ള സിൽക്ക് എന്ന കഥാപാത്രം പിന്നീട് സ്മിതയുടെ പേരിൻ്റെ ഭാഗമായി. സ്മിത സിൽക്ക് സ്മിതയായി. വണ്ടിച്ചക്രം വൻ ഹിറ്റായതോടെ സ്മിതയെ തേടി നിരവധി അവസരങ്ങളിലെത്തി. പക്ഷേ എല്ലാം സമാന രീതിയിലുള്ള കഥാപാത്രങ്ങളായിരുന്നു എന്നു മാത്രം. 1982-ൽ പുറത്തിറങ്ങിയ രജനീകാന്ത് ചിത്രം മുൻട്രോമുഖം ആണ് സിൽക്ക് സ്മിതയുടെ കരിയറിൽ വഴിത്തിരിവായത്. ആ ചിത്രത്തോടെ സൗത്ത് ഇന്ത്യൻ സിനിമയിലെ മാദക സൗന്ദര്യമായി സ്മിത വാഴ്ത്തപ്പെട്ടു. ബോൾഡ് വസ്ത്രധാരണത്തിലൂടെയും മാദക നൃത്തരംഗത്തിലൂടെയും ആ പേര് സ്മിത അർത്ഥവത്താക്കുകയും ചെയ്തു. ഗ്ലാമർ വേഷങ്ങളിൽ തളയ്ക്കപ്പെട്ടെങ്കിലും മറിച്ചുള്ള ചിത്രങ്ങളിൽ സ്മിതയുടെ അഭിനയപാഠവും പല ചിത്രങ്ങളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. താരം ചെയ്ത സീരിയസ് കഥാപാത്രങ്ങൾ നിരൂപക പ്രശംസ വരെ നേടുകയും ചെയ്തിരുന്നു. 1980-കളിൽ ഏറ്റവും തിരക്കുള്ള താരങ്ങളിൽ ഒരാളായി സ്മിത മാറി. തൻ്റെ കരിയറിലെ തീരുമാനങ്ങളെ സ്മിത ഒരിക്കലും ദുഃഖിച്ചിരുന്നില്ല. താനെടുത്ത തീരുമാനങ്ങളുടെ ഉത്തരവാദിത്തം തൻ്റേത് മാത്രമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന താരത്തിന് പ്രത്യേകിച്ച് പരാതികളും ഉണ്ടായിരുന്നില്ല. മൃദുലമായ സംസാരിക്കുന്ന പെൺകുട്ടികളുടെ പോലെ സ്വഭാവമുള്ള ആളെന്നാണ് സഹപ്രവർത്തകർ സ്മിതയെ വിശേഷിപ്പിച്ചത്. 1996 സെപ്റ്റംബർ 23-നാണ് തെന്നിന്ത്യയുടെ സൗന്ദര്യറാണിയെ ചെന്നൈയിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സിനിമാ ലോകത്തെയും ആരാധകരെയും ഒരുപോലെ ഞെട്ടിച്ച ഒരു മരണമായിരുന്നു അത്. പോസ്റ്റ്മോർട്ടത്തിൽ തൂങ്ങി മരണമെന്ന് പറയുന്നുണ്ടെങ്കിലും സ്മിതയുടെ പെട്ടെന്നുള്ള മരണത്തിൽ പല ദുരൂഹതകളും തുടർന്നുകൊണ്ടിരുന്നു. സിനിമാ നിർമ്മാണത്തെ തുടർന്നുണ്ടായ നഷ്ടം, വിഷാദരോഗം തുടങ്ങി പല കാരണങ്ങൾ പലരും നിരത്തിയെങ്കിലും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുന്നു.